ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MPS 003 എന്നൊരു പേപ്പർ MA പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. അതേപോലെ തന്നെ MA സോഷ്യോളജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ട്. MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കേണ്ട വിദ്യാർത്ഥികൾക്കുണ്ട്. ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിൽ നിന്ന് യൂണിറ്റ് 22 അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് യൂണിറ്റ് നെയിം തന്നെ എന്തെന്നാണ്? മൈഗ്രേഷനാണ്. അപ്പോൾ മൈഗ്രേഷൻ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിരുന്നു. കോസസ് ഓഫ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ, അതുപോലെ തന്നെ പിന്നെന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് മൈഗ്രേഷൻ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇന്നത്തെ പാർട്ട് റൂറൽ ആൻഡ് ആ ഒരു പാർട്ടല്ല കേട്ടോ, സോറി വേറൊരു ഭാഗമാണ്. അതായത് ഫീച്ചേഴ്സ് ഓഫ് മൈഗ്രൻസ്. ഒരു പക്ഷേ നിങ്ങളോട് ഫീച്ചേഴ്സാണ് ചോദിക്കണമെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ റൂറൽ മൈഗ്രേഷൻ എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്, അതങ്ങ് മാറ്റി റൂറൽ ആൻഡ് അർബൻ മൈഗ്രേഷൻ ഫ്ലോസ് എന്ന് പറഞ്ഞു ആ ഒരു പാർട്ട് വിട്ടിട്ട് ഫീച്ചേഴ്സ് ഓഫ് മൈഗ്രൻസ് എന്നുള്ള ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. യു സി, the study of features of mobile population is an area which neglected in Indian demography despite the availability of census data on migration by age, sex, marital status. അപ്പോൾ മൊബൈൽ പോപ്പുലേഷൻ്റെ സ്റ്റഡി, മൊബൈൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരെയാണ്. അവരുടെ സവിശേഷതയെ പറ്റിയുള്ളൊരു പഠനം നാം ഒന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് ആൻ ഏരിയ മച്ച് നെഗ്ലക്റ്റഡ് ഇൻ ഇന്ത്യൻ ഡെമോഗ്രഫി. ഇന്ത്യൻ ഡെമോഗ്രഫിയിലെ അത് അവഗണിക്കപ്പെട്ടൊരു ചാപ്റ്റർ തന്നെ, ഒരു അധ്യായം തന്നെയാണെന്ന് പറയും. ഡെസ്പൈറ്റ് ദ അവൈലബിലിറ്റി ഓഫ് സെൻസസ് ഡേറ്റ ഓൺ മൈഗ്രേഷൻ ബൈ ഏജ്, സെക്സ് ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ്. അപ്പോൾ ഇതിനകത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ ഇവരുടെ ഒരു പോപ്പുലേഷൻ സ്റ്റാറ്റസ്, സെൻസസ് അവൈലബിലിറ്റി, ആ ഡേറ്റയൊക്കെ നോക്കുമ്പോഴേക്കും ഇവരെ ഓരോരോ കാറ്റഗറൈസ് ചെയ്ത് അവരുടെ ഏജ്, അവരുടെ സെക്സ്, അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, ഇവയിലെല്ലാം തന്നെ അതൊന്നും കാര്യമായിട്ട് കണക്കിലെടുക്കുന്നില്ല. അതൊക്കെ ഡെമോഗ്രഫിയിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് പോകുന്നത്. എ മജോറിറ്റി ഓഫ് ലിറ്ററേച്ചർ ഓൺ ദി സബ്ജക്റ്റ് റെഫേഴ്സ് ടു സ്മാൾ സ്കെയിൽ എംപെരിക്കൽ സ്റ്റഡീസ് ഫ്രം വിച്ച് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൾ മൈഗ്രൻസ് ആർ ഹൈപ്പോത്തസിസ്ഡ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നാം ചിന്തിക്കുമ്പോഴേക്കും ഒരു ചെറിയ വിഭാഗം ആൾക്കാരെങ്കിലും, അല്ലെങ്കിൽ ആ ചെറിയ വിഭാഗം പഠനം എങ്കിലും ഇവരെ സംബന്ധിച്ച് ജനറലൈസ് ചെയ്യുന്ന തരത്തിൽ മൈഗ്രൻസിൻ്റെ സ്വഭാവ സവിശേഷതകളെ ഹൈപ്പോത്തൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ നടത്തിയിട്ടുണ്ട്. ദ പ്രിൻസിപ്പൾ വിച്ച് ദ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ആൾ മൈഗ്രൻസ് ആർ ഹൈപ്പോത്തൈസ്ഡ്. ദ പ്രിൻസിപ്പൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഇന്ത്യൻ മൈഗ്രേഷൻ ഈസ് ഏജ്, സെലക്ടിവിറ്റി. ഇന്ത്യൻ മൈഗ്രേഷൻ്റെ പ്രിൻസിപ്പൽ ഫീച്ചർ എന്താണ്? ഏജ് സെലക്ടിവിറ്റി. ഇറ്റ് ഹാസ് ബീൻ ഷോൺ ദാറ്റ് ദ ഏജ് ഗ്രൂപ്പ് 20-35 ആർ ബൈ ഫാർ മോസ്റ്റ് മൈഗ്രേറ്ററി ഗ്രൂപ്പ്. ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരിലെ ആ ഒരു ഏജ് ഗ്രൂപ്പ് നോക്കിയാലുണ്ടല്ലോ, 20-35 വയസ്സിനുള്ളിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഹവോവർ ഫീമെയിൽ മൈഗ്രൻസ് ടെൻഡ് ടു ബി യങ്ങർ ദാൻ ദെയർ മെയിൽ കൗണ്ടർ പാർട്സ് ഡ്യൂ ടു ദി പ്രാക്ടീസ് ഓഫ് പാട്രിലോക്കൽ മാരേജസ്. അതേപോലെ തന്നെ ഫീമെയിൽ മൈഗ്രൻസ് അവർ യങ്ങർ ആവുന്ന ആ ഒരു ഏജിൽ തന്നെ ഒരു പക്ഷേ മെയിൽ കൗണ്ടർ പാർട്സിനേക്കാൾ കൂടുതൽ ഫീമെയിൽ മൈഗ്രൻസ് അതെങ്ങനെയാണെന്നറിയാമോ? അവർ ഒരു പ്രായം കഴിയുമ്പോൾ വിവാഹം കഴിച്ചയക്കില്ലേ, അപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു ജനിച്ചു വളർന്ന പ്രദേശം വിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവില്ലേ. സോ ദിസ് ഏജ് സെലക്ടിവിറ്റി ഈസ് അപ്പാരൻറ്റ് ഇൻ ആൾ മൈഗ്രേഷൻ സ്ട്രീംസ് അറ്റ് ബോത്ത് ദ intrastate and interstate level, and this is the only feature that is universal to all migration streams in India. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാട്രിലോക്കൽ മാരേജസിൻ്റെ ഭാഗമായിട്ട് പെൺകുട്ടികൾ മറ്റൊരു ഏരിയയിലേക്ക്, മറ്റൊരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ട്. ദെൻ ഈച്ച് ഓഫ് ദി മൈഗ്രേഷൻ സ്ട്രീംസ് ഇൻ ഓപ്പറേഷൻ ഈ സ്ട്രോങ്ലി സെക്സ് സെലക്റ്റീവ്. അപ്പോൾ മൈഗ്രേഷൻ ഓപ്പറേഷൻ എവിടെ നോക്കിയാലും അതെങ്ങനെയാണ്? അത് സെക്സ് സെലക്റ്റീവായിട്ടാണ് കാണുന്നത്. At the intrastate level, females dominate the rural stream, accounting for more than 2/3 of all migrants. ഇൻട്രാസ്റ്റേറ്റ് ലെവലിൽ ഫീമെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽസ്
റൂറൽ ഏരിയയെ റൂറൽ സ്ട്രീമിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം എല്ലാ മൈഗ്രൻസിൻ്റെ ഇടയിലും അത് 2/3 ഭാഗം എന്ന രീതിയിൽ ഫീമെയിൽ മൈഗ്രൻസ് ഉണ്ട് എന്നതാണ്. അപ്പോൾ ഈ ഡോമിനേഷൻ എന്താ കാണിക്കുന്നത്? ഇറ്റ് ഈസ് അട്രിബ്യൂട്ടബിൾ ടു ദ പ്രോസസ് ഓഫ് മാരേജ് മൈഗ്രേഷൻ ബൈ ഫീമെയിൽ ബിറ്റ്വീൻ റൂറൽ ഏരിയാസ്. The rural urban and urban rural streams are both predominantly male oriented, and at the interstate level all migration streams are male dominated. Interstate ലെവലിലേക്ക് നോക്കുവാണെങ്കിലോ അവിടെ മെയിൽ ഡോമിനേഷനാണ്, റൂറൽ ഏരിയയിലാണെങ്കിലോ ഫീമെയിൽ ഡോമിനേഷനാണ് മൈഗ്രേഷൻ. അപ്പോൾ ഈ മൈഗ്രേഷൻ്റെ റേഷ്യോ ഫീമെയിൽ ടു ദി ടോട്ടൽ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ അത് ഓരോ ഇടങ്ങളിലും എങ്ങനെയാണ് അത് വേരി ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ദാറ്റ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് ദ ഡിസ്റ്റൻസ് ഓഫ് മൈഗ്രേഷൻ, ദെൻ എംഫസൈസിങ് ദ മെയിൽ ഡോമിനേഷൻ ഓഫ് ദ ലോങ് ഡിസ്റ്റൻസ് റൂറൽ അർബൻ ആൻഡ് അർബൻ റൂറൽ മൂവ്മെൻറ്റ്. അപ്പോൾ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക്, അർബൻ ഏരിയയിൽ നിന്നും റൂറൽ ഏരിയയിലേക്ക്, അപ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് നാം നോക്കുകയാണെങ്കിൽ മെയിലാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് എക്കണോമിക് റീസൺസ് ആണ്, അല്ലേ? മെയിൽ മറ്റൊരു ഭാഗത്തേക്ക് പുരുഷന്മാരെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? എക്കണോമിക് റീസൺസിനാലായിരിക്കും. വൈലസ്റ്റ് ഫീമെയിൽസ് മൈഗ്രേറ്റ് ഫോർ മാരേജസ്. അപ്പോൾ പെൺകുട്ടികളാണെങ്കിലോ മാരേജിനെ തുടർന്നാണ്. ദെയർഫോർ ദോസ് സ്ട്രീംസ് വിത്ത് അർബൻ ഡെസ്റ്റിനേഷൻസ് ആൻഡ് perceived greater economic gains will attract more male than female migrants. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു അർബൻ ഡെസ്റ്റിനേഷനിലേക്ക്, ഗ്രാമീണ പ്രദേശത്ത് നിന്ന് പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം നേടുക എന്ന ഉദ്ദേശത്തോടു കൂടി കൂടുതൽ പുരുഷന്മാരെ ഇവിടെ നിന്നും എങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്? നമ്മളുടെ ഡൊമസ്റ്റിക് ഏരിയയായ നമ്മുടെ റൂറൽ ഏരിയയിൽ നിന്നും അർബൻ ഏരിയയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എക്കണോമിക് ഗെയിൻസിന് വേണ്ടിയാണ് അവർ അങ്ങോട്ട് മാറുന്നത്. വെൻ മെയിൽസ് മൈഗ്രേറ്റ് ടു അർബൻ ഏരിയാസ്, ഫീമെയിൽസ് റിമൈൻ ബിഹൈൻഡ് ടു പ്രൊവൈഡ് എ സെൻസ് ഓഫ് ഫെമിലിയർ സെക്യൂരിറ്റി ഇൻ റൂറൽ ഏരിയാസ്. അപ്പോൾ ഇവിടെ മെയിൽസ് എന്ത് ചെയ്യുന്നു? അവർ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. ഫീമെയിൽസ് ആണെങ്കിലോ അവരുടെ ഫെമിലിയർ സെക്യൂരിറ്റി എവിടെയാണ്? അത് റൂറൽ ഏരിയ ആണെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിലകൊള്ളുവാനായിരിക്കും ശ്രമിക്കുന്നത്. Then a study of the effect of male selection migration from Kerala discovered that at the household level the major impact was the improvement in income due to the flow of remittances. അപ്പോൾ ഇവിടെ പറയുന്നത് സെലക്റ്റീവ് മൈഗ്രേഷൻ കേരളത്തിൽ കൂടുതലായിട്ട് ഹൗസ് ഹോൾഡ് ലെവലിൽ നിന്ന് തന്നെ ഉണ്ട്. കാരണം ഈ ഹൗസ് ഹോൾഡ് സെക്ടറിലുള്ള ഒരു വിഭാഗം ആൾക്കാർ അവരുടെ ഇൻകം ലെവൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് പലതരത്തിലുള്ള റെമിറ്റൻസസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഇതെല്ലാം തിരിച്ചടവിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുക എന്ന തരത്തിൽ അവരുടെ കടബാധ്യതകളൊക്കെ തീർക്കുക, ഇതിനു വേണ്ടി അവർ പുറത്തേക്ക് പോകും. ഹൗവർ ദ മെയിൽ ഡൊമിനേഷൻ ഓഫ് റൂറൽ അർബൻ മൈഗ്രേഷൻ ഈസ് നോട്ട് യൂണിഫോം ത്രൂ ഔട്ട് ഇന്ത്യ. അപ്പോൾ ഇത് എല്ലായിടത്തും ഒരേപോലെ അല്ല താനും. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നോക്കുകയാണെങ്കിൽ മെയിൽ ഡൊമിനേഷൻ എന്നത് റൂറൽ അർബൻ മൈഗ്രേഷൻ്റെ കേസ് നോക്കുമ്പോഴേക്കും എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ല. Such migration more selective of males in north of India. അപ്പോൾ മെയിൽ ഡൊമിനേഷൻ കാണുന്നത്, മെയിൽ ഡൊമിനേഷൻ ഇന്ത്യയുടെ നോർത്തേൺ സൈഡിലാണ് കൂടുതലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സദേൺ സൈഡിലേക്ക് നോക്കുമ്പോൾ there is a trend towards increasing female participation in rural urban migration. The greater male selectiveness of migration in the north has attributed to both the caste system and religion. The prevalence of scheduled caste in the south has led to female participation in migration. As such, castes are usually landless and thus the need for spousal separation to ensure land security. അപ്പോൾ ഇവിടെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ഒരു എക്സിസ്റ്റൻസ് സൗത്തിലുണ്ട്. ഇത് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ മൈഗ്രേഷനിൽ ഉറപ്പാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ എന്ന രീതിയിൽ മൈഗ്രേഷൻ സൗത്ത് ഏരിയയിലേക്ക് കൂടുതൽ പേര് അങ്ങോട്ട് ആ ഒരു ഏരിയയിലേക്ക് ഈ ഒരു കാസ്റ്റിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ അതിശക്തമായ സ്വാധീനം നോർത്തിലുണ്ട്. അതിനെ തുടർന്ന് ഈ ഫീമെയിൽ മൈഗ്രേഷനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നോർത്തിൽ അവർ ഫീമെയിൽ റിസ്ട്രെയിൻഡാണ്, അത് തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ആ ഒരു സ്വാധീനം. ദാറ്റ് റിസൾട്ടിങ് മസ്കുലിൻ സെക്സ് റേഷ്യോസ് ഇൻ മെനി നോർത്തേൺ സിറ്റീസ്. അപ്പോൾ അവിടെയെല്ലാം മസ്കുലിൻ സെക്സ് റേഷ്യോസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ. However, the participation of females in all migration streams has been increasing during the last 2 decades.
So this trend is particularly apparent in the rural-urban stream, which has been attributed to increases in the rates of female participation in education and labor force. തൊഴിലിടങ്ങളിൽ അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഇവിടെയൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേക്കും അർബൻ ഏരിയയിലേക്ക് റൂറൽ ഏരിയയിൽ നിന്നും ആളുകൾ ജോലി തേടി പോകുന്നവരും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ഫീമെയിലെ പോകുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതേപോലെ നമ്മൾ നോക്കിയാൽ സൗത്ത് ഇന്ത്യയിലെയും മറ്റു ഭാഗങ്ങളിലുള്ള ഫീമെയിൽസ് അൺടച്ചബിളായിട്ടുള്ള എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ എണ്ണം എവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഷോൺ മേജർ ഇൻക്രീസസ് ഇൻ ദ റേറ്റ് ഓഫ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ദിസ് ഹാസ് precipitated the migrating of women for economic reasons. The increasing numbers of female urban migrants has led to an increase in the number of female employed in unskilled work. അതായത് ഇവിടെ കൂടുതൽ അർബൻ ഏരിയയിലെ മൈഗ്രൻസ് ആയ ഫീമെയിലിൻ്റെ എണ്ണം കൂടുന്നു എന്ന് വെച്ചാൽ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാൽ ജോലി ചെയ്യുന്ന അതും അൺസ്കിൽഡ് ഏരിയാസിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇൻക്രീസ്ഡ് ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ദസ് ക്രിയേറ്റിംഗ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ് ഫോർ ഫീമെയിൽസ് ടു മൈഗ്രേറ്റ്. അപ്പോൾ ഇത് ലേബർ ഫോഴ്സിൻ്റെ ഇടയിൽ ഗണ്യമായ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുന്നു, സ്ത്രീ പങ്കാളിത്തം കൂടുന്നു എന്ന് പറയാം. മൈഗ്രേഷൻ തിയറി സജസ്റ്റ് ദാറ്റ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ഈസ് എക്കണോമിക്കലി സെലക്റ്റീവ് and most migrants originating from the low income groups as a result remaining in low income strata once in the urban areas. മൈഗ്രേഷൻ തിയറിയെ പറ്റി നാം ഒന്ന് നോക്കിയാലോ. റൂറൽ ഏരിയയിൽ നിന്നും കൂടുതൽ ആൾക്കാർ അർബൻ ഏരിയയിലേക്ക് ചേക്കേറുന്നു. ഇത് സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. മോസ്റ്റ് മൈഗ്രൻസും അവരെവിടെ നിന്നായിരിക്കും? ലോ ഇൻകം ഗ്രൂപ്പിൽ നിന്ന് വരുന്നവരായിരിക്കും. അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്ത് ചെയ്യും? ഈ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർ അർബൻ ഏരിയയിലേക്കാണ് ചേക്കേറുന്നത്. Then such a process does not adequately explain the economic selectivity of rural urban migration in India. അത്തരത്തിലുള്ള ഒരു പ്രക്രിയ ശരിയായ തരത്തിൽ നാം വിശദമാക്കാൻ നോക്കുകയാണെങ്കിൽ അവരുടെ ആ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിന് റൂറൽ ഏരിയയിൽ നിന്നും അർബൻ മൈഗ്രേഷൻ ഇന്ത്യയിൽ നടത്തുന്നത് സാമ്പത്തികമായി നേട്ടം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സെലക്ഷൻ നടത്തിക്കൊണ്ടായിരിക്കും. എക്കണോമിക് സെലക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ബോത്ത് ദ പൂവർ ആൻഡ് ദ റിച്ച് ഹൂ മൈഗ്രേറ്റ് rather than in general the poorest, the middle or the richest. അപ്പോൾ ഇന്ത്യയിൽ പാവപ്പെട്ടവരും അതേപോലെ സമ്പന്നരുമായ ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നോക്കിയാൽ പൂവറസ്റ്റ് ആയിട്ടുള്ളവരും മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവരും ഒക്കെ കൂടുതൽ പേര് മൈഗ്രേറ്റ് ചെയ്യുന്നു. റിച്ചസ്റ്റ് പീപ്പിൾ അവർക്കൊരു നേരം പോക്ക് ഒരു ഉല്ലാസത്തിന് വേണ്ടി എന്ന രീതിയിലായിരിക്കും ഒരു പ്രദേശം വിട്ട് മറ്റൊരു ഏരിയയിലേക്ക് എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് ഫോർ ദ പൂവർ migration to urban area is a survival strategy against decreasing productivity in rural areas. പൊതുവേ ഉള്ള നിഗമനം എന്തെന്നാൽ ഈ ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട ആൾക്കാർ അർബൻ ഏരിയയിലേക്ക് അവരുടെ ജീവിതത്തിൻ്റെ അതിജീവനത്തിന് ഭാഗമായിട്ടുള്ള സ്ട്രാറ്റജി എന്ന രീതിയിലാണ് അവർ റൂറൽ ഏരിയ വിട്ട് അർബൻ ഏരിയയിലേക്ക് പോകുക. കാരണം അവർ ഗ്രാമീണ മേഖലയിൽ ജോലി ചെയ്തിട്ട് പൈസയൊന്നും വെക്കുന്നില്ല, അവരുടെ ഉൽപ്പാദനക്ഷമത ഗണ്യമായി കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈഗ്രേഷൻ എന്നത് എന്താണ്? എക്കണോമിക് അക്കുമുലേഷൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദ എക്കണോമിക് പൊസിഷൻ ഓഫ് എ മൈഗ്രൻ്റ് മേ നോട്ട് ഓൺലി പ്രൊവൈഡ് ദ സ്റ്റിമുലസ് ഫോർ മൈഗ്രേഷൻ ബട്ട് ആൾസോ പ്രൊവൈഡ് ദ മീൻസ് ഓഫ് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രൻറ്റിൻ്റെ എക്കണോമിക് പൊസിഷനെ സംബന്ധിച്ച് നാം നോക്കുമ്പോഴേക്കും അത് എന്തുമാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത്? ആ കുടിയേറ്റം നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ച് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഉത്തേജനം. കാരണം താൻ ജീവിക്കുന്ന ചുറ്റുവട്ടത്തിൽ നിന്ന് ജോലി ചെയ്ത കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ തനിക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാവിധ മീൻസും ലഭ്യമാകുമെന്നൊന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പുറത്തേക്ക് പോകുവാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ. The poor do not have the means to make the move. Thus they remain instituted in the rural areas while becoming further pauperized through the introduction of laborers from other rural areas. It has been shown that the propensity to migrate to an urban area is the highest among educated people in rural areas. അതായത് പാവപ്പെട്ടവരാണ് അവരുടെ മീൻസ് ഓഫ് ലൈഫ് എന്ന രീതിയിൽ അതിൽ ബെറ്റർ ലൈഫ് എന്ന രീതിയിൽ ഏണിങ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ പലയിടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അത് അർബൻ ഏരിയയിലേക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് പോകുന്നുണ്ട് റൂറൽ ഏരിയയിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് റൂറൽ ഏരിയയുടെ ഒരു ഡിപ്ലീഷൻ ഇൻ ഇന്ത്യ നോക്കിയാലോ അത് ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ
ഹോൾഡിംഗ് എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലേക്കാണ്. കൂടുതൽ എഡ്യൂക്കേഷൻ ലെവലിൽ നിന്ന് കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ലഭ്യമാകുമെന്ന് നോക്കും മേജർ അർബൻ ഏരിയയിലെ, പ്രത്യേകിച്ചും മെഗാ സിറ്റീസിലെ. ഇവയെല്ലാം തന്നെ ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ റൂറൽ ഏരിയയിൽ ഹൈലി ഹോൾഡിംഗ് എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള ആൾക്കാർ ഈ പറയുന്ന മെട്രോ സിറ്റീസിലേക്കെല്ലാം തന്നെ കൂടുതൽ ചേക്കേറുവാനായിട്ട് ശ്രമിക്കും. The rural areas may hold greater economic security for unskilled and uneducated, for which employment is scarce in the cities. അപ്പോൾ ഈ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും അവർ കൂടുതൽ തോതിൽ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തിക സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ചേക്കേറുകയാണ്. അത് മിക്കവാറും തൊഴിൽ വൈദഗ്ധ്യമൊന്നും കാര്യമായിട്ടില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരായിരിക്കും ഉള്ളത്. പക്ഷേ സിറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവസരം കുറവായിരിക്കും. So also it has been reported that the upper caste are more migratory than the lower caste, suggesting that castes that are no longer functionally integrated into the village economy are more mobile than others. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അപ്പർ കാസ്റ്റ്, ഉയർന്ന ജാതിയിലുള്ള ആൾക്കാരെന്ന് പറയുമ്പോഴേക്കും അവർ ലോവർ കാസ്റ്റിൻ്റെ ആ ഒരു തലത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ പലായനം ചെയ്യപ്പെടുന്ന അപ്പർ കാസ്റ്റാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് വില്ലേജ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ കൂടുതൽ സിറ്റി ടൗൺ ഏരിയയൊക്കെ ആയിരിക്കും അപ്പർ കാസ്റ്റിന് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് അവർ മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതൊരു സവിശേഷതയായിട്ട് പറയാം. ദെൻ അനദർ വൺ, മൈഗ്രേഷൻ ഇൻ ഇന്ത്യ ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഷോർട്ട് ഡിസ്റ്റൻസ് ഫീമെയിൽ ഡോമിനേറ്റഡ് റൂറൽ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ അവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് അകലങ്ങളിലേക്ക് പോയി അല്ലെങ്കിൽ പലായനം ചെയ്ത് പോകുന്ന ആ ഒരു ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക് എന്ന രീതിയിൽ പോവുക എന്നത് ഇന്ത്യൻ മൈഗ്രേഷൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ്മെൻ്റായിട്ട് പറയുന്നുണ്ട്. ദ പാസ്റ്റ് 4 decades ഹാവ് ബീൻ സ്ലൈറ്റ് ഇൻക്രീസസ് ഇൻ ദ നമ്പേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ മൈഗ്രേഷൻ. കഴിഞ്ഞ 4 decades നാം നോക്കിയാൽ ചെറിയ ചെറിയ ഇൻക്രീസാണ് മൈഗ്രേഷൻ്റെ നമ്പറിൽ ഉണ്ടായിട്ടുള്ളത്. വിത്ത് ദ ഗ്രാജുവൽ എമർജൻസ് ഓഫ് മൈഗ്രേഷൻ സ്ട്രീംസ് വിത്ത് അർബൻ ഡെസ്റ്റിനേഷൻസ് ഇൻവോൾവിങ് ലോങ്ങർ ഡിസ്റ്റൻസ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്, മൈഗ്രേഷൻ സ്ട്രീംസിലെ ഗണ്യമായ ഒരു ഡിസ്റ്റൻസ് അല്ല ഗണ്യമായ ഒരു എമർജൻസ്, കൂടുതൽ ആളുകളുടെ മൈഗ്രേഷൻ പല ഭാഗങ്ങളിലേക്കും വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫീമെയിൽസിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിൽ നാം നോക്കിയാൽ റീസെൻറ്റ് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. ആ റീസെൻറ്റ് ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പരിണിത ഫലമായിട്ട് എന്താണ് അവിടുത്തെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, ദാറ്റ് ഫീമെയിൽസ് ആർ ആക്ടിങ് ടു സ്ലോ ചേഞ്ച് ഇൻ സെക്സ് സെലക്ടിവിറ്റി ഓഫ് സം മൈഗ്രേഷൻ streams. The growth of urban areas and the resultant creation of industrial based employment have created economic incentives. അർബൻ ഏരിയാസിൻ്റെ വളർച്ച, അതിനെ തുടർന്ന് വ്യാവസായിക രംഗങ്ങളിലെ തൊഴിലിടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വർധനവ്, ഇവയെല്ലാം എന്തുണ്ടാക്കുന്നുണ്ട്, ദാറ്റ് ഹാവ് എക്കണോമിക് ഇൻസെൻറ്റീവ്സ്. ഇവയെല്ലാം സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് മൈഗ്രേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റായിട്ട് മൈഗ്രൻസിനും. അത് തീർച്ചയായിട്ടും പ്രിഡോമിനൻ്റ്ലി ഓൺ ദി അർബൻ ഏരിയാസിൽ. അപ്പോൾ അർബൻ ഏരിയാസിൻ്റെ ബേസിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്ന് പറയാം. അപ്പോൾ ആ മൈഗ്രേഷനെ സംബന്ധിച്ചുള്ള പഠനവും അതിൻ്റെ മെയിൽ റേഷ്യോ, ഫീമെയിൽ റേഷ്യോ, കൂടുതൽ ആരാണ്, ഏത് ഭാഗങ്ങളിലേക്കാണ് മൈഗ്രേഷൻ പോസിബിൾ ആകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ക്ലാസ് വാച്ച് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തരണമെന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ഞാൻ ഇഗ്നോയിൽ പഠിപ്പിച്ചു പോരുന്ന വിദ്യാർത്ഥികളെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ ക്ലാസ് കേട്ടാൽ ജസ്റ്റ് കേട്ടങ്ങ് പോവാതെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.